ഹലോ മൈത്തൂരും മുംബൈയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബൈജുവിൻ്റെയും ഔസോപ്പച്ചൻ്റെയും എല്ലാം ആൻ്റപ്പൻ്റെയും മൂന്ന് പേരുടെയും കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടുന്നുണ്ട് അലീന. സ്റ്റാലിൻ ജോസഫിന് തൻ്റെ വീട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാനും അങ്ങനെ പൗലോസിനെ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭക്ഷണ കാര്യങ്ങളിലെല്ലാം നമ്മുടെ അലീനയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അലീന ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം അവളുടെ പപ്പയ്ക്ക് പ്രിയപ്പെട്ടതാണെന്നു. രാവിലെ എണീക്കുമ്പോൾ അവൾ കൊണ്ടുതരുന്ന കോഫി അദ്ദേഹത്തിന് പിന്നെ അതൊരു ശീലമായി. പതിയെ പതിയെ പരുക്കൻ സ്വഭാവമുള്ള സ്റ്റാലിൻ്റെ സ്റ്റൈലുകളെല്ലാം മാറി വരുന്നത് അത്ഭുതത്തോടു കൂടെയാണ് കേട്ടോ ജോലിക്കാരെല്ലാം കാണുന്നത്. തൻ്റെ പപ്പയുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞു നിൽക്കാണെന്നും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണെന്നും അലീന മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓതിക്കുട്ടിച്ചയും അവിടേക്ക് വന്നതോടുകൂടെ അലീനയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് അദ്ദേഹം അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ അലീനയെ കണ്ടതും അദ്ദേഹം അങ്ങ് ഫ്ലാറ്റായി പോവാട്ടോ. തൻ്റെ ഭാര്യ ചിന്നമ്മയെ പോലെയുണ്ടെന്ന് അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്നുണ്ട്. അതോടുകൂടെ അയാളും അവളുടെ ഫാനായി മാറാണ്. പിന്നെ ഇടയ്ക്കെപ്പോഴോ സന്തോഷിച്ചിരുന്ന ഓതിക്കുട്ടിച്ചൻ സ്റ്റാലിൻ്റെയും അലീനയുടെ കൂടെ വീണ്ടും താമസമൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അലീന ഒരാഗ്രഹം പ്രകടിപ്പിക്കാണ്. കൊട്ടാരമറ്റത്തെ വീട്ടിലേക്ക് പോവാൻ ആഗ്രഹം പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന്. എന്തായാലും അലീന നോക്കട്ടെ, അവർ നിന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും സമയമാകുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് അവളോട് ലാലിച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ അലീന തലയാട്ടി സമ്മതിക്കാണ്. ഒരു ദിവസം ഔദിക്കുട്ടിച്ചൻ നേരെ കൊട്ടാരമറ്റത്തേക്ക് പോയി. അലീനയ്ക്ക് തനിക്ക് ഒരു ജോലിയും ചെയ്യാനില്ല. വെറുതെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അന്നേരത്ത് അവൾ ആഗ്രഹിക്കാനും ഈ വലിയ ബംഗ്ലാവിൽ താനും അമ്മയും പപ്പയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ കൊതിച്ചതാണ്. ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തനിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ പപ്പയും അമ്മയും ഒരിക്കലെങ്കിലും തൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കാനേ പറ്റും. എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആ ആഗ്രഹം നടന്നാലും രണ്ട് കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. എത്രയോ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുന്നു. താൻ ഒരാൾക്ക് വേണ്ടി അതെല്ലാം നഷ്ടപ്പെടുത്താൻ എനിക്കും ആഗ്രഹമില്ല. എന്തായാലും ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. 23 വർഷക്കാലം അനാഥയായി ജീവിച്ചവളല്ലേ. പെട്ടെന്ന് ദിവസം അച്ഛനെയും അമ്മയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. അതൊക്കെ സഹിച്ചു. ഇനിയും ഇത്രയും കാലം ഇങ്ങനെയൊക്കെ തന്നെ മതി. എന്നാലും മനസ്സുകൊണ്ട് തനിക്ക് സന്തോഷിക്കാലോ. തൻ്റെ അമ്മ ആരാണെന്നറിയാം, കൂടപ്പിറപ്പുകൾ ആരാണെന്നറിയാം, തൻ്റെ പപ്പയെയും കൂടപ്പിറപ്പുകളെയും അറിയാം. അത് മാത്രം മതി എന്ന് അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന സ്റ്റാലിൻ അവിടെയില്ല, ജീപ്പ് എടുത്ത് തോട്ടത്തിലേക്ക് പോയതാണ്. അവിടെയൊക്കെ നോക്കാട്ടോ. സ്റ്റാലിൻ്റെ റൂമിൻ്റെ കതക് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ചെറിയൊരു ഭയം അവൾക്കുണ്ട്. ഇനിയിപ്പോൾ കണ്ടു വന്നാൽ എന്തെങ്കിലും പറയുമോ, ദേഷ്യപ്പെടുമോ എന്നൊക്കെ. എന്നാലും എൻ്റെ പപ്പയല്ലേ, പപ്പയുടെ റൂമിലേക്ക് കയറാൻ മകൾക്ക് പെർമിഷൻ ഉണ്ടാവുമല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അലീന അവിടെയൊക്കെ നോക്കണം. അപ്പോൾ ആ ഒരു പട്ടാളക്കാരൻ്റെ ചിട്ടയോട് കൂടെയുള്ള ആ റൂമെല്ലാം കാണുമ്പോൾ അവളൊന്ന് ഗമയോടെ എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്. അസല് പട്ടാളക്കാരൻ തന്നെ, റൂം പോലും സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ. എന്നാലും ആ പട്ടാളക്കാരൻ്റെ ഉള്ളിൽ ലോലമായൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ വൈജയന്തി മേഡത്തെ പോലുള്ള ഒരാൾ അയാളുടെ കീശയിൽ വീണത്. എന്തായാലും അന്നത്തെ സ്റ്റാലിനും വൈജിയും അല്ല ഇപ്പോൾ ഉള്ളത്. വല്ലാതെ ഗൗരവക്കാരനും ഓരോ പ്രശ്നത്തിലുമാണ്. അമ്മയെ ഒരിക്കൽ പോലും ചിരിച്ചോണ്ട് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അവൾ ഓർത്തു. അമ്മയുടെ അങ്ങനെ ഒരു മുഖം കാണണമെങ്കിൽ സ്റ്റാലിൻ ജോസഫിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അങ്ങനെ പടം വല്ലതും. അങ്ങനെ അലീന അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും അവൾക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോഴാണ് കർട്ടന് മറവിലായിട്ട് ആ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഒരു വാതിലാണെന്ന് മനസ്സിലായി. റൂമിനുള്ളിൽ മറ്റൊരു റൂമോ എന്നെല്ലാം അലീന ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ആ കർട്ടൻ അങ്ങ് മാറ്റിക്കളയുമ്പോൾ വാതിൽ കാണുന്നുണ്ട് കേട്ടോ. അത് പൂട്ടിയിരിക്കാന്ന് അവൾക്ക് മനസ്സിലായി. ഇതിനുള്ളിൽ എന്തായിരിക്കും ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക, ആരും അറിയാതെ ഇങ്ങനെ ഒരു രഹസ്യ റൂമോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അലീന അതിൻ്റെ കീക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ പരത്തി നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്കത് കിട്ടുന്നില്ല. എന്നാലും ഈ റൂം തുറന്ന് നോക്കണം. അവൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സ്റ്റാലിൻ്റെ ജീപ്പൊന്നും വന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ധൈര്യത്തോടെ അവൾ ഒന്നും കൂടെ തിരയുന്നുണ്ട്. അങ്ങനെ ആ കീ അവൾക്ക് കയ്യിൽ കിട്ടുകയാണ്. ആ കതക് കീ ഉപയോഗിച്ച് തുറക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലാവാണ് ഈ അടുത്ത കാലത്തൊന്നും ആ റൂം ആരും ഉപയോഗിച്ചിട്ടില്ലെന്ന്.
അങ്ങനെ അവൾ ആ കതക് തുറക്കുമ്പോൾ തന്നെ ആകെപ്പാടെ മാറാലയും പൊടിയാണ് കേട്ടോ. ആ സമയം അവൾ തപ്പിത്തടഞ്ഞ് അതിലെ ലൈറ്റ് തെളിയുന്നുണ്ട്. ഒരു ചെറിയ റൂമായിരിക്കും, എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കുന്നു. എന്നാലും ആ ആൾക്ക് പ്രിയപ്പെട്ടതാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ഭിത്തിയിലും ചുമരിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസുകൾ, താഴെ പെട്ടിയിലും ഒരുപാട് ഡയറി കുറിപ്പുകളും അങ്ങനെ പല പുസ്തകങ്ങളൊക്കെ കാണുന്നുണ്ട്. അലീന ആശ്ചര്യത്തോടു കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. മാറലകളെല്ലാം അവളിങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റിയാട്ടോ. എന്നിട്ട് ആ ഫോട്ടോകളൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് താഴേക്ക് വന്ന് ഒരു നനഞ്ഞ ടവലെടുത്തുകൊണ്ട് അവൾ ആ റൂമിലേക്ക് വരുന്നുണ്ട്. കൂടെ ബക്കറ്റും മഫും എല്ലാം കൊണ്ടാണ് വരുന്നത്. അതെല്ലാം പഠിച്ച് വൃത്തിയാക്കാനാണ് അവളുടെ പ്ലാന്. അങ്ങനെ അതിലെ ലൈറ്റ് തെളിഞ്ഞതും ആ ഒരു ബൾബ് ഇങ്ങനെ പാതി കത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുറിയിലെ വെട്ടത്തിൽ അവൾക്കതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ബൾബ് തുടച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊടിയും മാറല് കഴിയുമ്പോൾ നല്ല പ്രകാശം വരുന്നുണ്ട്. അപ്പോഴാണ് അവർ ചുമരിലെ ആ ഫോട്ടോ കണ്ടത്. വൈജയന്തി എന്ന തൻ്റെ അമ്മയും സ്റ്റാലിൻ ജോസഫും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. 7 8 മാസം വയറ്റിലുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അച്ഛൻ അമ്മയുടെ വയറ്റത്ത് ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന വൈജയുടെ മുഖം കണ്ടതും അവൾക്ക് മനസ്സിലാവാണ് പപ്പയുടെ കൂടെ അമ്മ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്ന്. ഇത്രയും കാലമായിട്ട് ആ പുഞ്ചിരിക്കുന്ന മുഖം താൻ കണ്ടിട്ട് പോലില്ലെന്ന് അലീന ആശ്ചര്യത്തോടെ നോക്കുക. അങ്ങനെ എല്ലാ ഫോട്ടോയും അവൾ പൊടിയെല്ലാം തട്ടി ഇങ്ങനെ തുടച്ചു വെക്കുന്നുണ്ട്. കണ്ണീരോടെയാണ് അലീന അതെല്ലാം ചെയ്തത്. തൻ്റെ അച്ഛനും തൻ്റെ പപ്പയും അമ്മയും എത്രമാത്രം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദുഷ്ടന്മാരെല്ലാം അവരെ വേർപിരിത് കഴിഞ്ഞില്ലേ? ഞങ്ങളെ 3 പേരെയും 3ഇടത്തേക്കാക്കി. ആ ദുഷ്ടന്മാർ എന്ത് നേടി? എന്നിട്ട് ഈ ജീവിതത്തിലേക്ക് ഇപ്പോൾ പപ്പയും ഞാനും ഒരുമിച്ചു. അതുപോലെ എൻ്റെ അമ്മയും പപ്പയും ഞാനും ഒരുമിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും എന്നവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അങ്ങനെ അവിടുത്തെ പൊടിപടലും എല്ലാം തട്ടി വൃത്തിയാക്കി ആ ഡയറികളെല്ലാം മറിച്ചു നോക്കുന്നുണ്ട്. അതിലെല്ലാം വൈജയെ കാണാട്ടോ. ബബിതയുടെ ഒരു ചായം അന്നത്തെ വൈജക്കുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എൻ്റെ അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ആ സമയത്ത് കണ്ണ് നിറഞ്ഞ് അവൾ നിൽക്കാണ്. ആ സമയത്താണ് താഴെ സ്റ്റാലിൻ്റെ ജീപ്പ് വന്ന് നിൽക്കുന്നത്. ഇതൊന്നും അലീന അറിയുന്നില്ല. അവൾ അവിടെയൊക്കെ വൃത്തിയാക്കി മഫും വെള്ളം ബക്കറ്റൊക്കെ താഴേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ റൂമിലേക്ക് ഒന്ന് കയറുകയാണ്. എന്നിട്ട് അവിടെ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോകളെല്ലാം കണ്ടിട്ടും മതി വരാതെ നോക്കി നിൽക്കുക. കണ്ണിൽ നിന്ന് കണ്ണുനീർ കൂടെ വീഴുന്നുണ്ട്. ആ സമയം സ്റ്റാലിൻ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അലീന അതിനുള്ളിലുണ്ടെന്ന കാര്യം. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അയാളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ തൻ്റെ രഹസ്യമുറി തുറന്നെന്ന് അയാൾക്ക് മനസ്സിലാവാണ്. അയാൾ ദേഷ്യത്തിൽ അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെയും വൈജയുടെയും ഫോട്ടോ കയ്യിലെടുത്ത് കണ്ണീരോടെ നിൽക്കുന്ന അലീനയാണ്. അയാളുടെ മനസ്സ് ആർദ്രമായി മോളെ എന്നൊരു വിളി വിളിച്ചതും അലീന വിതുമ്പലോടെ തിരിഞ്ഞു നോക്കി. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് വീണു. മമ്മിയും പപ്പയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു. നമ്മൾക്ക് 3 പേർക്ക് ഒരുമിക്കാനായില്ലല്ലോ. 3 പേരും 3ഇടത്ത്. ആ ദുഷ്ടന്മാർ എന്ത് നേടി ഇങ്ങനൊരു ചതി ചെയ്തതിൽ? മോളെ അതൊന്നോർത്ത് വിഷമിക്കേണ്ട. എനിക്ക് മനസ്സിലായി പപ്പ ഞാൻ കരുതുന്ന പോലെയൊന്നും അല്ലെന്ന്. മനസ്സ് നിറയെ സ്നേഹമാണെന്ന കാര്യം പപ്പ എന്നും ഞങ്ങളെ ഓർക്കാറുണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത്. അതേ മോളെ, നീ ജീവിച്ചിരിപ്പുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. നീ മരിച്ചു പോയെന്നാ ഞാൻ കേട്ടത്. മരിച്ചു പോയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ വല്ലാതെ ആഗ്രഹമായിരുന്നു. പിന്നെ എല്ലാം മനസ്സിലടക്കി മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു എനിക്ക്. അതെനിക്കൊരിക്കലും തൃപ്തി ഉണ്ടായിട്ടല്ല, വൈജയെ മറന്നിട്ടുമല്ല. ഈ ജന്മം എനിക്കവളെ മറക്കാൻ കഴിയില്ല. കുറച്ച് മാസങ്ങളും വർഷങ്ങളും ഒരുമിച്ച് ജീവിച്ചെങ്കിലും ഞാനും അവളും സ്നേഹിച്ചതുപോലെ ഇന്ന് ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. പപ്പ പറഞ്ഞത് ശരിയാ. മമ്മ ആരെയും സ്നേഹിച്ചിട്ടില്ല. മമ്മ മറ്റൊരാളായി കഴിഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് എല്ലാവരോടും ദേഷ്യം. ഈ ഫോട്ടോയിൽ കണ്ടപ്പോഴാ പുഞ്ചിരിക്കുന്ന വൈജയമ്മയടുത്ത് എന്തൊരു ഭംഗിയാണെന്ന് ഞാൻ ആലോചിച്ചത്. ഒരിക്കൽ പോയി ചിരിച്ചുകൊണ്ട് ഞാൻ ആ എത്ര ദിവസം വീട്ടിൽ നിന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരോടും ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനും. സ്വന്തം അമ്മയോടും മക്കളോടും ഭർത്താവിനോടും എല്ലാം ദേഷ്യമാണ്. അതേ മോളെ, വൈജയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. വൈജ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഇവൾക്ക് ദേഷ്യപ്പെടാൻ പോലും അറിയില്ലെന്ന് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സ്വഭാവം മോൾക്ക് കിട്ടിയത്. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ എപ്പോഴും എത്ര ശാന്തയും സന്തോഷമായിട്ടായിരുന്നത്. എന്നിട്ടും ആ ദുഷ്ടന്മാർ അവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളെയും ഞാൻ വിവാഹം കഴിക്കാനിരുന്ന എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയില്ലേ എന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. പാപ്പ, ഇനി അതൊന്നും ഓർക്കേണ്ട. നമ്മൾ 3 പേരും
3 ബൈക്കാവാനുള്ളവരായിരുന്നു. അങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ നിശ്ചയം. ദൈവത്തിൻ്റെ നിശ്ചയം അല്ലായിരുന്നു മനുഷ്യരെല്ലാവരും കാണിച്ചു കൂട്ടി. എന്നിട്ട് അവരൊക്കെ എന്ത് നേടി? ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് വെക്കാനാവില്ലല്ലോ, എല്ലാം നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ക്ഷമിക്കുക. അങ്ങനെ അലീന സ്റ്റാലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ ഇതൊക്കെ. വളരെ ഇമോഷണൽ ആയിട്ടാണ് അലീനയും സ്റ്റാലിയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.